കേരളത്തിലെ സുപ്രധാനമായൊരു സർവകലാശാലയാണ് കാർഷിക സർവകലാശാല. കാർഷിക സർവകലാശാലയിലെ UG, PG, PhD ഫീസ് 10,000, 15,000, 18,000 എന്നീ സ്ലാബുകളിലുണ്ടായിരുന്ന ഫീസിനെ 50,000 UGക്കും 55,000 PGക്കും 60,000 PhDക്കും എന്ന നിലയിലേക്ക് ഏകാധിപത്യ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സർവകലാശാല VC അവിടുത്തെ ജനറൽ കൗൺസിലിനോ അക്കാദമിക് കൗൺസിലിനോ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കോ വിധേയപ്പെടാതെ അവരുടെ എല്ലാം എതിരഭിപ്രായവും അതിനെതിരെയുള്ള നിലപാടുണ്ടായിട്ടും ഏകാധിപത്യപരമായി വിദ്യാർത്ഥികളെ പിഴിഞ്ഞുകൊണ്ട് മാത്രമേ സർവകലാശാലയെ കൊണ്ടുപോകൂ എന്ന തീരുമാനത്തിൻ്റെ ഭാഗമായി ഡോക്ടർ B. അശോക് എന്ന സർവകലാശാല VC ഒരു IAS ഉദ്യോഗസ്ഥൻ നിലപാടെടുത്ത സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ അതിനെതിരെ SFI ശക്തമായ സമരം ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ നിലവിൽ ഏറ്റവും അവസാനം തൃശ്ശൂരും തിരുവനന്തപുരത്തും വെച്ച് ഡോക്ടർ B. അശോകിനെ SFI റെയിൽവേ സ്റ്റേഷനിലും പുറത്തുമകത്തുമായൊക്കെ തടയുന്ന സാഹചര്യവും മുദ്രാവാക്യവും പ്രതിഷേധവും ഒക്കെ അറിയിക്കുന്ന സാഹചര്യമുണ്ടായി. SFIയുടെ 5 പ്രവർത്തകർ നിലവിൽ തൃശ്ശൂർ ജയിലിൽ റിമാൻഡിലായിട്ടുണ്ട്. SFIയുടെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ സഖാവ് അനസ് ജോസഫ്, അഭിജിത്ത് ഉൾപ്പെടെ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി അഭിജിത്ത് ഉൾപ്പെടെ ജയിലിൽ കഴിയുന്ന സാഹചര്യമാണ് ഈ സമരത്തിൻ്റെ ഭാഗമായി ഉണ്ടായത്. അതിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ ഫീസ് കുറക്കണമെന്നാവശ്യപ്പെട്ട് 5 കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രകടനങ്ങളും അതിനു പുറമേയുള്ള സമരങ്ങളും വ്യത്യസ്ത പ്രതിഷേധങ്ങളും സംസ്ഥാനത്തെമ്പാടുമുള്ള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിൽ SFI നടത്തി വരികയാണ്. ഇതിൻ്റെ ഭാഗമായി എല്ലാ തലത്തിലും മന്ത്രിതലത്തിൽ അതിലിടപെടുന്ന സ്ഥലം MLA എന്ന നിലയിൽ K. രാജൻ മിനിസ്റ്ററോടും P. പ്രസാദ് മിനിസ്റ്ററോടും ബന്ധപ്പെട്ട അക്കാദമിക് വിചക്ഷണന്മാരോടും അങ്ങനെ എല്ലാ വിധത്തിലും SFI അതിൻ്റെ സമരം മുന്നോട്ട് കൊണ്ടുപോവുകയും ഇടപെടൽ ശക്തമാക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ ഒരു കാരണവശാലും SFIയോടോ വിദ്യാർത്ഥികളോടോ പ്രത്യേകിച്ച് ഈ ഫീസിനത്തുമായി ബന്ധപ്പെട്ട ഒരു സമരത്തിന് അംഗീകരിക്കാനോ ആ സമരത്തെ അംഗീകരിച്ചുകൊണ്ട് ഫീസ് കുറക്കാനോ ഒരു ചർച്ചയ്ക്ക് പോലും ഡോക്ടർ B. അശോക് തയ്യാറായിരുന്നില്ല. SFIയുടെ സംസ്ഥാന ഭാരവാഹികളെന്ന നിലയിൽ ഞങ്ങളും മറ്റ് ജില്ലാ നേതൃത്വവും എല്ലാ ഘട്ടത്തിലും ഇദ്ദേഹത്തെ ബന്ധപ്പെടുന്ന നിമിഷങ്ങളിലൊക്കെയും ഞങ്ങൾക്ക് ഇദ്ദേഹത്തെ കാണാൻ അനുവാദമുണ്ടായിരുന്നില്ല. ഇദ്ദേഹം രാജാവിനെ പോലെയായിരുന്നു ഞങ്ങളോട് പെരുമാറിയിരുന്നത്. അപ്പോൾ സ്വാഭാവികമായും ശക്തമായ പ്രതിഷേധം ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ഇത് കുറക്കുന്നത് വരെയും അനിശ്ചിത കാലത്തേക്ക് സമരമുണ്ടാകുമെന്ന് ഞങ്ങൾ അറിയിച്ചിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ ഇവിടെ കാർഷിക സർവകലാശാലയിൽ ഇപ്പോൾ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റിലുള്ള അഡ്മിഷൻ എടുക്കേണ്ട വിദ്യാർത്ഥികളിൽ ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയുടെ പേരും മറ്റു കാര്യങ്ങളും ഞാനിപ്പോൾ പറയുന്നില്ല, ആ വിദ്യാർത്ഥി ഹൈക്കോടതിയിൽ ഒരു ടുഡേ ബെഞ്ചിൽ ഇന്നൊരു കേസ് മൂവ് ചെയ്യുന്ന സ്ഥിതിയുണ്ടായി. അതിൻ്റെ ഭാഗമായി ഹൈക്കോടതി ആ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. SFIയുടെ പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് ആ വിദ്യാർത്ഥിനി ആ പരാതി നൽകിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഹൈക്കോടതി വിധിക്ക് വിധേയപ്പെട്ടുകൊണ്ട് മാത്രമേ ഈ കാർഷിക സർവകലാശാലയിലെ ഫീസ് വർധനവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ സർവകലാശാലയ്ക്ക് എടുക്കാൻ കഴിയൂ എന്ന നിലയിലേക്ക് ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി ഇന്ന് നൽകിയിട്ടുണ്ട്. ആ ഇടക്കാല ഉത്തരവിൻ്റെ വിശദവിവരങ്ങൾ അറിയിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ മാധ്യമങ്ങളെ വിളിച്ചു ചേർത്തത്. ഡോക്ടർ B. അശോകിനെ പോലുള്ള ആളുകൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയാവട്ടെ പൊതുസമൂഹ വ്യവസ്ഥയാവട്ടെ സാധാരണക്കാർ ജീവിക്കുന്നിടങ്ങളിലൊക്കെയും അദ്ദേഹത്തെ പോലെ മനുഷ്യവിരുദ്ധരായിട്ടുള്ള സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള നിലയിലേക്ക് ഒരു മനോനില കൈവരിച്ചൊരു മനുഷ്യൻ ഒരു ഘട്ടത്തിലും ഇത്തരം ഉത്തരവാദിത്ത സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് മുന്നോട്ട് പോകാൻ പാടില്ല എന്നുള്ളതാണ് SFIക്ക് വേണ്ടി പറയാനുള്ളത്. അതിൽ തന്നെ ഈ കോടതി വിധി ഡോക്ടർ B. അശോകിനേറ്റ തിരിച്ചടിയായിട്ടാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. കോടതി വിധിക്കനുസരിച്ച് മാത്രമേ ഇനി ഫീസുമായി ഈ ബന്ധപ്പെട്ട മുഴുവൻ ഈ പറഞ്ഞ VC ആവട്ടെ രജിസ്ട്രാർ ആവട്ടെ ഈ VCയും രജിസ്ട്രാറും മന്ത്രിമാരെ ഉൾപ്പെടെ കബളിപ്പിച്ചാണ് അവിടെ ഈ പറഞ്ഞ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അവരുടെ എക്സിക്യൂട്ടീവ് കൗൺസിലാണ് ഇത് തീരുമാനിച്ചത് എന്ന മിനിറ്റ്സ് പോലും ഉണ്ടാക്കിയത്. അപ്പോൾ മന്ത്രിമാരും അടങ്ങുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അതിനെ തിരുത്തിക്കൊണ്ട് അതിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം ഇറക്കിയിരുന്നു. അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ വിരോധാഭാസപരമായി ഇങ്ങനെ എല്ലാവരെയും കബളിപ്പിച്ചുകൊണ്ട് താൻ മാത്രമാണ് തീരുമാനിക്കേണ്ടത്, തനിക്ക് മാത്രമാണ് അധികാരം, തൻ്റെ മാത്രം തീരുമാനത്തിനാണ് ഈ ഫീസ് വർധനവും ഒക്കെ പ്രവർത്തിക്കുന്നത് എന്ന നിലയിലേക്ക് ഏകാധിപത്യ നിലയിൽ
ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ബി അശോകിനേറ്റ തിരിച്ചടിയാണ് ഈ കോടതി വിധി എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ കോടതി വിധിയും തുടർ സമരങ്ങളും ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഈ കോടതി വിധി ഉയർത്തിപ്പിടിച്ചുകൊണ്ടും പൊതുവിൽ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ മുന്നോട്ട് പോകുന്ന SFIക്ക് കൂടുതൽ ഊർജ്ജമായി ഈ കോടതി വിധി മാറും. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഒരു നനഞ്ഞ പടക്കം പൊട്ടിച്ചത് കണ്ടു. ഡോക്ടർ ബി അശോകിനെ ഒന്ന് വിമർശിക്കാൻ മടിച്ചും സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിച്ചും ഒരു പ്രസ്താവനയൊക്കെ നടക്കുന്നുണ്ട്. ഡോക്ടർ ബി അശോക് അദ്ദേഹം ഒരു അഡ്വക്കേറ്റാണെന്ന് പോലും പറഞ്ഞു കഴിഞ്ഞു. മറ്റ് കാര്യങ്ങളിലേക്കൊന്നും പോയില്ല. അതിൽ കുറേ നനഞ്ഞ നിലയിൽ തീരെ ഒരു പ്രസ്താവന കൃത്യമായി നടത്താത്ത വിധത്തിൽ അദ്ദേഹം അവസാനിപ്പിച്ച ചില കാര്യങ്ങളിൽ ഒരുപാട് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളുണ്ടായിരുന്നു. സർക്കാർ ഒരു ഘട്ടത്തിൽ പോലും ഞങ്ങളിതിൽ ഇടപെട്ട ഒരാളുകളായതുകൊണ്ടും ആ നിലയിൽ ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം ഞങ്ങൾ പ്രത്യേകമായി പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. സർക്കാർ ഒരു ഘട്ടത്തിൽ പോലും ഈ ഫീസ് വർധനവിനെ അംഗീകരിച്ചിട്ടില്ല. ഫീസ് വർധനവ് സർക്കാർ അജണ്ടയല്ല. ആ സർക്കാരിന് അജണ്ടയല്ലാത്തതും സർക്കാർ അംഗീകരിക്കാത്തതുമായിട്ടുള്ളൊരു കാര്യം VC എന്ന നിലയിൽ താൽക്കാലിക ചുമതലയുണ്ടെന്ന നിലയിൽ ഈ ഡോക്ടർ ബി അശോക് വിദ്യാർത്ഥികൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നു. ആ അടിച്ചേൽപ്പിച്ചു എന്ന് മാത്രമല്ല, മാധ്യമങ്ങൾക്ക് കൃത്യമായി സർക്കാർ വിരുദ്ധ വാർത്ത കൊടുക്കാനും പ്രത്യേകമായി ശ്രദ്ധിച്ചു. അതുമാത്രമല്ല, അനിശ്ചിതകാല സമരം KSU പൊടുന്നനെ അവിടെ ഒരു ദിവസം കൊണ്ടുപോയി നടത്തി. ബി അശോക് അവിടെ വന്നിറങ്ങി പരിഹരിക്കാമെന്ന് പറയുന്നു, സമരം അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകൾ പോലും കാർഷിക സർവകലാശാല കണ്ടു. നാടകങ്ങളൊക്കെ കൊള്ളാം, പക്ഷേ വിദ്യാർത്ഥികൾക്കിടയിൽ ഇടപെടുമ്പോൾ സ്വാഭാവികമായും സത്യസന്ധത പുലർത്താൻ KSUവിൻ്റെ പോലത്തെ സംസ്ഥാന പ്രസിഡന്റ്, KSU പോലൊരു സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് കുറച്ചുകൂടി നിലവാരത്തിൽ കാര്യങ്ങളെ അവലോകനം ചെയ്യണം. സർക്കാർ ഒരു ഘട്ടത്തിലും അഭിപ്രായപ്പെടാത്ത ഫീസ് വർധനവിനെ, സർക്കാർ അംഗീകരിക്കാത്ത ഫീസ് വർധനവിനെ കേവലം സർക്കാരിൻ്റെ മേലെ അടിച്ചേൽപ്പിക്കാനും ഡോക്ടർ ബി അശോകിനെ ഒന്ന് വിമർശിക്കാൻ പോലും തയ്യാറാവാത്ത ഇത്തരത്തിലുള്ളൊരു സംഘടനാ പ്രവർത്തനം ഇന്ന് ഉചിതമാണോ എന്ന് അദ്ദേഹം ആലോചിക്കുന്നത് നന്നാകും. ഞങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യം ₹1 പോലും വർദ്ധിപ്പിക്കരുത് എന്നുള്ളത് തന്നെയാണ്. ആ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ തുടർ സമരങ്ങളിലുണ്ടാകും. ഈ കോടതി വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഡോക്ടർ ബി അശോകിൻ്റെ അധികാര ഗർവും ഈ ദുഷാഢ്യവും അവസാനിപ്പിക്കണമെന്നാണ് SFIക്ക് വേണ്ടി പറയാനുള്ളത്.